ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ സെക്കൻഡ് സെഷൻ ആയിട്ടുള്ള ഐസ് ബ്രേക്കിംഗ് സെഷനിലേക്ക് ഒരു ഹാർട്ടി വെൽക്കം ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഈ ഇപ്പൊ ഫസ്റ്റ് സെഷൻ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ഒരു കോമൺ സെഷൻ ആയിരുന്നു ഫസ്റ്റ് സെഷൻ. എല്ലാ ബാച്ചസും കൂടെ ജോയിൻ ചെയ്തിട്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സെക്കൻഡ് സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ സൈക്കോളജിക്കാർക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ്. അതായത് ഐസ് ബ്രേക്കിംഗ് സെഷൻ. സിമ്പിൾ ആണ്, പേര് പോലെ തന്നെയാണ്. ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും കൂടി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ, നമ്മുടെ ലേൺ വൈസിൽ ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഐസ് ബ്രേക്ക് സെഷനോട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ ഒരു സെഷനിൽ നമ്മൾ എല്ലാവരും മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഭയങ്കര കൂൾ ആയിട്ട്, ഭയങ്കര കാം ആയിട്ട്, ഭയങ്കര കോൺഫിഡൻസോട് കൂടെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ കൂടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ വേറൊരു മെന്ററാണ് നസ്രി മാമിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ദുർഗ മാമും ഗായത്രി മാമും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോ എല്ലാവരും റെഡി ആയി ഭയങ്കര എനർജറ്റിക് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആരാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ആരാണ് ആദ്യം? കാരണം നമുക്ക് ഈ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്ന് പറയുന്നത് നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടാനും നിങ്ങളുടെ തമ്മിലൊന്ന് മനസ്സിലാക്കാനും കുറച്ച് ഫൺ മൊമെന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാനുള്ള ഒരു സെഷനാണ്. നമുക്ക് ഇനി ഇങ്ങനെ ഒരു സെഷൻ ഉണ്ടാവണം എന്നില്ല. അപ്പൊ എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഭയങ്കര എന്താണ് ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. അപ്പൊ എല്ലാവരും മുന്നോട്ട് വരിക. ആദ്യം ആരാണ് വരുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആരാണ് കൊടുക്കുക? നിങ്ങളുടെ പേരും നിങ്ങൾ ഏത് പ്രോഗ്രാം, അതായത് നിങ്ങളുടെ പ്രോഗ്രാമും പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ ലേൺ വൈസ് ചൂസ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ലൊരു ക്വാളിറ്റി എന്താണെന്നുള്ളത് ഷെയർ ചെയ്യാം. ജസ്റ്റ് പെട്ടെന്ന് ഒരു ക്വിക്ക് ആയിട്ട്. പെട്ടെന്ന് വായോ. എല്ലാവരും പെട്ടെന്നൊന്ന് ആക്റ്റീവ് ആയിരിക്കും. എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി, ഓഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമുക്ക് 1 മിനിറ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് വേണ്ടത്. സോ കുറച്ചധികം നിങ്ങളെ പേര്, നിങ്ങളുടെ ബാച്ച്, അതേപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ലേൺ വൈസിൽ എത്തിപ്പെട്ടത്, നിങ്ങളുടെ ഒരു ജേർണി എങ്ങനെയാണ്, നിങ്ങളെ പറ്റിയുള്ള നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ വേണം. സോ ആരാദ്യം പറയുന്നേ? ഓക്കെ, ഐ ആം സ്വരാജ്. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആക്ച്വലി വർക്കിംഗ് ആസ് എ ഫോട്ടോഗ്രാഫർ. അഡ്വർടൈസ്മെന്റും മോഡലിംഗ് വെഡിങ് ഒക്കെ ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. ബട്ട് ഞാനൊരു ഡിഗ്രി ഹോൾഡർ അല്ല. അപ്പോൾ ഒരു ഡിഗ്രി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇഗ്നോയിൽ ജോയിൻ ചെയ്യുന്നതും ഞാനൊരു ഡിഗ്രി എടുക്കുന്നതും. പിന്നെ +2 ഞാൻ 2018 +2 കംപ്ലീറ്റഡ് ആണ്. പക്ഷെ ബയോളജി സയൻസ് ആയിരുന്നു ചെയ്തിരുന്നത്. പിന്നെ മൊത്തത്തിലൊരു എഡ്യൂക്കേഷണൽ ഗ്യാപ്പ് വന്നു എൻ്റെ വർക്ക് കാരണം. നവഡേയ്സ് ഡിഗ്രി ഒരു മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഗ്രാജുവേഷൻ എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് +2 ഞാൻ ബയോളജി സയൻസ് എടുത്തത് കൊണ്ടും എനിക്ക് സൈക്കോളജിയിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റഡ് ആയിട്ട് എടുത്തത്. നമ്മുടെ നവഡേയ്സിലും അതുപോലെ നമ്മള് ഡെയിലി ലൈഫിലൊക്കെ ഉള്ള ഒരു സംഭവം തന്നെയാണല്ലോ, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള എന്നുള്ളത് കൊണ്ടാണ് സൈക്കോളജി എടുത്തത്. കഴിഞ്ഞ വർഷം എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തിരുന്നു, പക്ഷെ കുറച്ച് പ്രശ്ന ഇഷ്യൂസ് കാരണം നടന്നില്ല. അപ്പൊ ഈ വർഷം ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ലേൺ വൈസിനെ പറ്റി കാണുന്നതും അതുപോലെ അഡ്മിഷൻ എടുക്കുന്നതൊക്കെ. അപ്പൊ മെന്റർ ആണെങ്കിലും അതുപോലെ കോർഡിനേറ്റർ ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. അങ്ങനെയാണ് ഇതെടുത്തതും. ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എനിക്ക് ഇന്നാണ് മെന്ററുടെ ഒരു ക്ലാസ് കിട്ടിയത്. ഫസ്റ്റ് ആയിട്ടാണ് സൂമിൽ ജോയിൻ ചെയ്യുന്നത്. ആദ്യത്തെ സൂം മീറ്റിൽ ഞാൻ ഇല്ലായിരുന്നു. ഇതിലാണ് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോ സ്വരാജ് എന്തായാലും ഈ ഒരു ജേർണി. മാം, സ്വരാജിന്റെ ഒരു ക്വാളിറ്റി പറയട്ടെ. പറ. ക്വാളിറ്റി മീൻസ് മനസ്സിലായില്ല. നിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? പോസിറ്റീവ്, ഹാർഡ് വർക്ക് ചെയ്യും. സ്റ്റഡീസിലാണെങ്കിലും പ്രൊഫഷണലാണെങ്കിലും വർക്കിലാണെങ്കിലും ഹാർഡ് വർക്ക്. അപ്പോൾ റിസൾട്ട് ഈ ഒരു ബേസിക് നമ്മളിപ്പോ ഈ ഒരു സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ ഇതിൽ റിസൾട്ട് കിട്ടാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. ദാറ്റ്സ് ഐ തിങ്ക് മൈ. ഓക്കെ, ഞാൻ ദിനേഷ്, തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ +2 കഴിഞ്ഞത് 2014 92-ലാണ് VHSC ചെയ്തിരുന്നത്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. അപ്പൊ അത് ഫെയിലായി. പിന്നെ 97 പോലീസിൽ കയറി. പിന്നെ 2014 +2 നമ്മളെ ഹ്യൂമാനിറ്റീസ് എടുത്തു.
പിന്നെ പഠിക്കാൻ ഒരു സൈക്കോളജി സബ്ജക്റ്റിനോട് താല്പര്യമുണ്ട്. അങ്ങനെ ഒന്ന് പഠിക്കാൻ തോന്നി. ഒരിക്കൽ BSc കൗൺസിലിംഗ് സൈക്കോളജി 2015 ഞാൻ കാലിക്കറ്റിൽ ചെയ്തിരുന്നു. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ട്യൂഷൻ പോയില്ല. എനിക്ക് ഒരു സപ്പോർട്ട് ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. ബാക്കി സബ്ജക്റ്റ് എനിക്ക് കിട്ടിയിരുന്നു. പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തതാണ്. പിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ലേൺവൈസ് മുഖേന ഒരു സപ്പോർട്ട് കണ്ടീഷനിൽ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കണം. അതാണ് പറയാനുള്ള ഇൻട്രൊഡക്ഷൻ. പോലീസിംഗ് അല്ല പറ്റി എനിക്ക് കൂടുതൽ കൗൺസിലിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ താല്പര്യം. ഞാൻ ഈ ഡിഫറൻഡേഴ്സ് ഇന്റർനാഷണൽ ഒരു പ്രോജക്ട്സ് ഉണ്ട്. അതൊരു ടീമുണ്ട്. കൗൺസിലിംഗ് ആണ്. ഒരു 10 കൊല്ലം മുമ്പ് അവരൊരു 2-3 മാസം കൗൺസിലിംഗ് ചെയ്തിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്വാളിറ്റീസ്. അപ്പൊ ഇനി അങ്ങനെ എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് നിൽക്കാൻ നന്നായിരിക്കും. അപ്പോഴാണ് അങ്ങോട്ട് കാണാൻ പറ്റും. ഞാൻ ത്രൂ ഔട്ട് ചെയ്തിരുന്നു. ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്റെ പേര് ജാസ്മിൻ എന്നാണ്. തൃശ്ശൂരാണ്, കയ്പമംഗലാണ് സ്വദേശം. ഞാൻ ലേൺവൈസിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് എനിക്ക് തോന്നുന്നു ഞാനാന്ന് തോന്നുന്നു ക്ലാസ് കേട്ട് തുടങ്ങിയ. ബാക്കിയുള്ളവരെ ആരെങ്കിലും അറിയില്ല കേട്ടോ. അത് രണ്ടുപേരിലും സംസാരിച്ചേ. ഇപ്പോ ഒരു 10-20 ദിവസം കഴിഞ്ഞ് തോന്നുന്നു. സത്യം പറഞ്ഞ ഓർമ്മയില്ല കേട്ടോ. ഞാൻ ഒരു ചെറിയൊരു ബിസിനസ് ഒക്കെ ആയിട്ട് പോണ്. ചെമ്മണ്ണൂർ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ 2 കുട്ടികളുണ്ട്. ഏകദേശം ഒരു 10-11 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് +2 ആയിട്ട്. പക്ഷെ അതിനിടയ്ക്ക് മെന്റലിസം ഒരു 6 മാസത്തെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 1.5 വർഷം മുൻപ്. പിന്നെ ഇപ്പോ ഡിപ്ലോമ NSRDCയുടെ ഡിപ്ലോമ കഴിഞ്ഞിരിക്കുന്നു കൗൺസിലിംഗ് സൈക്കോളജിയിൽ. ഇപ്പോ BA സൈക്കോളജി. എനിക്കിഷ്ടം BSc ആയിരുന്നു. പക്ഷെ പോയി ചെയ്ത പോക്കറ്റ് മണിക്ക് പ്രത്യേകിച്ച് ഒന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പോയി ചെയ്യുന്നില്ല. വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്നു. ഇതൊക്കെയാണ് എന്റെ സംഭവങ്ങള്. പിന്നെ കുറച്ച് ബിസി ആയതുകൊണ്ട് ഇങ്ങനെ ടൈം മാനേജ് ചെയ്യാനുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ്, തെറ്റാണ്. പിന്നെ മെന്ററാണ്, മാഡാണ് മെന്റർ എന്റെ, നസ്രീൻ. ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ക്വാളിറ്റി പറയൂ. ക്വാളിറ്റി എന്ന് വെച്ചാല് എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല. അതന്നെയാണ് എന്റെ ക്വാളിറ്റി. ഞാനായിട്ട് എനിക്കിട്ട് പണി തരും, പണി കൊടുക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എനിക്ക് വെറുതെ ഇരിക്കാനാണ് സത്യത്തിൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് 2 ക്യാരക്ടർ ഉണ്ടായിരിക്കുമല്ലോ, ആവാൻ ഇഷ്ടമുള്ളതും പ്രസന്റ്ലി ആയിരിക്കുന്നതും. അപ്പോ എനിക്ക് ആവാൻ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാല് സൈക്കോളജിസ്റ്റ് ആവണം. നല്ലൊരു ബിസിനസ് ഉണ്ട് കയ്യില്, അതിൽ കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ആവണം. ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് പോകുന്ന അതൊന്ന് ഇമ്പ്രൂവ് ആക്കണം. കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് കൺസിസ്റ്റൻസി കുറവാ. അപ്പൊ എനിക്ക് തന്നെയുള്ള പണികൾ ഞാൻ തന്നെ കൊടുക്കുന്ന കൂട്ടത്തിൽ കുറെ കാര്യങ്ങൾ ഒരു സമയം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എത്രത്തോളം വിജയിക്കുന്നുള്ളത് കണ്ട് ഇതുവരെയുള്ളതൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സമയം കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ആയിരിക്കണം. അടിപൊളിയാണ്. അങ്ങനെ എല്ലാരും ഒന്നും ചെയ്യില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. അല്ല, എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കാനാണ് കേട്ടോ. അത് വേറൊരു വിഷയം. ആരും എന്നെ കുറിച്ച് അതേ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കരുത്. പക്ഷെ അത് എന്റെ ലക്ഷ്യം അതല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. എന്റെ പേര് അരുൺ ബോസ്. തൃശ്ശൂർ മാളയിലാണ്. സ്വദേശം കട്ടപ്പനയാണ്, ഇടുക്കി ജില്ല. ഞാനിവിടെ ഒരു സ്കൂളില് ചെസ് കോച്ചാണ്. 2 വർഷമായി ഇവിടെ മാളയിലാണ് താമസം. അപ്പൊ ഈ ടീച്ചേഴ്സിന്റെ ഇടയിലായതുകൊണ്ട് അവരെല്ലാവരും BA BEd MA BEd MSc അങ്ങനെ മുഴുവൻ ഡിഗ്രിക്കാരാണ്. ഞാൻ മാത്രമേ ഉള്ളൂ അതിനിടയ്ക്ക് ഒരു 10ാം ക്ലാസ്സുകാരൻ. ഞാൻ നൈസായിട്ട് പോയി +2 പതുക്കം കഴിഞ്ഞെടുത്തു. തോറ്റു കിടക്കുമായിരുന്നു. സയൻസ് ഗ്രൂപ്പ് ആയിരുന്നു. മാത്സ് എനിക്ക് അന്നൊന്നും ഒരു രക്ഷയില്ല. ഞാൻ പലതവണ എഴുതി നോക്കി, പൊട്ടി. NIOS വഴി +2 എഴുതിയെടുത്തു. അതിനുശേഷം ഒരു ഡിഗ്രി 3 വർഷം കഴിയുമ്പോൾ എനിക്ക് ഡിഗ്രി ആകുമല്ലോ. അപ്പൊ അവരുടെയൊക്കെ ഒപ്പം ഒന്ന് നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിതിൽ കുറെ നാൾ അന്വേഷിച്ചു എങ്ങനെ എടുക്കാൻ പറ്റുമെന്നൊക്കെ. സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങളുടെ പരസ്യം ചാടി വന്നു. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. നിങ്ങളുടെ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നാൻ കാരണം ഉറങ്ങാൻ സമ്മതിക്കില്ല, ഉറക്കം തരില്ല. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ പരസ്യങ്ങളും കോളുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ ശല്യം ചെയ്തത് നിങ്ങളുടെ ഗ്രൂപ്പ് ആയതുകൊണ്ടെന്നാ നിങ്ങളുടെ കൂടെ കൂടിയേക്കാന്ന് വിചാരിച്ചു. നന്നായിട്ട് പരസ്യം ചെയ്യുന്നുണ്ടല്ലോ ഈ ഇഗ്നോ കോഴ്സിന്. നിങ്ങൾ ഇന്നലെ ക്ലാസ് എടുത്ത ഒരു സാറ് താടിയൊക്കെ വെച്ച പുള്ളിയുടെ വീഡിയോ ഒക്കെ എപ്പോഴും കാണാറുണ്ട്.
അങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്നവരോടൊക്കെ ഓടാന്ന് വെച്ചു. പിന്നെ എൻ്റെ ഒരു എന്താ പറഞ്ഞ പോസിറ്റീവോ ക്വാളിറ്റി. ഒരു ക്വാളിറ്റി എന്താണെന്ന് മറ്റുള്ളവർ പറയുന്നത് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ക്വാളിറ്റി, എനിക്ക് ആവശ്യം തോന്നുന്ന എന്ത് സംഗതിയും പഠിച്ചെടുക്കണമെന്ന് എനിക്കൊരു താല്പര്യം തോന്നാറുണ്ട്. അതാണ് എൻ്റെ ക്വാളിറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഏത് ആരുമായിട്ടും കമ്പനിയാവും. ഇങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ശത്രുക്കളൊന്നുമില്ല. എല്ലാവരും ഞാൻ ഒരേപോലെ ഫ്രണ്ട്സ് സർക്കിളിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഒരു വൈഫുണ്ട്, അവള് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പൊ നാട്ടിലുണ്ട്. ഒരു മോളുണ്ട്, 7th പഠിക്കുന്നു. അവളും ഭാവിയിൽ അച്ഛൻ 10ാം ക്ലാസ് അല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാനൊരു ഡിഗ്രി ചെയ്യുന്നത്. ജോയിൻ ചെയ്ത ക്ലാസ്സുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. വീഡിയോ ഒരെണ്ണമേ ഇതുവരെ ഞാൻ കണ്ടു തുടങ്ങിയുള്ളൂ. മെന്റർ പലതവണ മെസ്സേജ് അയക്കാറുണ്ട്, വീഡിയോകൾ കണ്ടു തുടങ്ങുക അവസാനം, പക്ഷെ തലേദിവസം പഠിച്ച് ജയിക്കുന്ന എനിക്ക് ഇഷ്ടമെന്ന് തോന്നുന്നു. മിക്കവാറും അങ്ങനെ പോയി. അപ്പോ ഒത്തിരി സന്തോഷമുണ്ട് ജോയിൻ ചെയ്തതിൽ. ഹായ് എവരിവൺ, എൻ്റെ പേര് മിനി ജോസ്. ഞാൻ ദുബൈയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പ്രൊഫഷണലി ഒരു നേഴ്സാണ്. പക്ഷേ എനിക്കിപ്പോ നമ്മുടെ സമൂഹത്തിലെ പല ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ എനിക്ക് കൗൺസിലിങ്ങിന് ഒരു കോഴ്സ് അറ്റൈൻ ചെയ്താൽ നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ പ്രൊഫഷൻ മാറി ഈ സൈക്കോളജി എടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. പിന്നെ ഈ ലേൺ വൈസിൽ എത്തിപ്പെട്ടത് ഈ പറയുന്ന പോലെ ഞാൻ FB സ്ക്രോൾ ചെയ്തപ്പോ എനിക്ക് പലപ്പോഴും ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് കണ്ടു. അതുകൊണ്ട് ഞാൻ ഇൻട്രസ്റ്റഡ് ആയി. എൻ്റെ മെന്ററൊക്കെ എനിക്ക് ഒത്തിരി സപ്പോർട്ടീവാണ്. പിന്നെ എൻ്റെ പോസിറ്റീവ് വൈസ് പറയാനായിട്ടാണെങ്കിൽ അത് ഈ പറയുന്ന പോലെ മറ്റൊരാൾക്ക് എന്നെ അസസ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും ബട്ട് സ്റ്റിൽ എൻ്റെ ലൈഫിൽ എനിക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് മെന്റലി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ മറ്റുള്ളവർക്ക് ഒരു സഹായമാകണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. താങ്ക് യു. Hi all, my name Dua. I'm from Malappuram. Okay, ഞാൻ +2 കഴിഞ്ഞ് 2020-ലാണ്. അപ്പൊ +2 കഴിഞ്ഞിട്ട് MLT എടുത്തു. MLT എടുത്തിട്ട് കുറച്ച് വർക്ക് ചെയ്തു, DMLT ആയിരുന്നു. പിന്നെ എനിക്കെന്തോ ഒരു ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എനിക്കിങ്ങനെ നല്ല സംസാരിക്കണം. എനിക്ക് എപ്പോഴും ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പുതിയ ആൾക്കാരായിട്ട് സംസാരിച്ച്, അപ്പോ ലാബിൽ ഇങ്ങനെ വർക്ക് ചെയ്തപ്പോ എന്നെ കൊണ്ട് തീരെ പറ്റുന്നില്ല ഒരു സ്ഥലത്ത് ഇരുന്നിട്ട്. അപ്പൊ ഞാനത് ഡ്രോപ്പ് ചെയ്ത്, പിന്നെ അവിടുന്ന് മാരേജ് കഴിഞ്ഞ് കുട്ടിയായി. പിന്നെ കുട്ടിയായ ശേഷം ഡിഗ്രി ഇല്ലാന്നുള്ള ഒരു ഇത്, അപ്പൊ പിന്നെ BA തന്നെ സൈക്കോളജി തന്നെ എടുക്കാന്ന് വിചാരിച്ചു. സൈക്കോളജി എങ്ങനെ എടുത്തതെന്ന് വെച്ചാ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആൾക്കാരായിട്ട് സംസാരിക്കാൻ നല്ല ഇഷ്ടമാണ്, അവരെ ലിസൺ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. അതന്നെയാണെന്ന് തോന്നുന്നു എന്റെ ക്വാളിറ്റിയും. ഞാൻ ആൾക്കാരെ എത്ര നേരം വേണേലും ലിസൺ ചെയ്തിരിക്കും. അവരെ പ്രശ്നങ്ങളായാലും എന്തായാലും ഹാപ്പി ആയാലും എന്തായാലും അത് കേട്ടിരിക്കും. സോറി ടെൻ മോൻ കരയാ, അവർക്ക് പനിയാണ്. അത്ര ഓക്കെ, ഗ്രേറ്റ്. അപ്പോ നമുക്കിനി ഒരു ഗെയിം കളിച്ചാൽ എല്ലാവരും റെഡി ആണോ? ഓക്കെ, അപ്പോ നമ്മുടെ ഗെയിമിന്റെ പേരാണ് സൂം ഇൻ ആൻഡ് സൂം ഔട്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇമേജസ് കാണിച്ചു തരും. അപ്പോൾ ആ ഇമേജസ് വെച്ചിട്ട് നിങ്ങൾ സൂം ചെയ്ത ഇമേജസ് ആയിരിക്കും. സോ അത് എന്താണ് സാധനം, അത് അല്ലെങ്കിൽ അത് ആരാണ് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, കാണിക്കട്ടെ. സോ ഇതാണ് ഫസ്റ്റ് പിക്ചർ. ബുഷ് അല്ലേ? റൊണാൾഡോ. അതെ. ഓക്കെ, കുറെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ റൊണാൾഡോ, ബുഷ്, പിന്നെ ഏതാ നെക്സ്റ്റ്? ഏതാ? ഇതന്നെ ഉള്ളൂ? റൊണാൾഡോ ആണ്. ഉറപ്പിച്ചോ? ലോക്കേട്ടെ? റൊണാൾഡോ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. നെക്സ്റ്റ് ഇതാരാണ്? മോഹൻലാൽ. ഇതിന് പിന്നെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, എല്ലാരും ഒറ്റ സ്വരത്തിൽ മോഹൻലാൽ. ഉറപ്പാണോ? നമ്മുടെ കുട്ടികളെല്ലാം ഫിലിം കാണാത്ത മക്കളാ അല്ലേ മിസ്റ്റർ മാം? അതെ, ആരും കാണലേ ഇല്ല. തീരെ കാണില്ല. അതെ, കറക്റ്റ് ആണ്, മോഹൻലാൽ ആണ് കേട്ടോ. നെക്സ്റ്റ് ഇതാരാണ്? ശോഭന. ഓക്കെ, എല്ലാവർക്കും വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ പോകുന്നുണ്ടല്ലോ. നെക്സ്റ്റ് അച്യുതാനന്ദൻ. ഫിലിമില് മാത്രല്ല, അത്യാവശ്യം രാഷ്ട്രീയത്തിലും ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ദുൽഖർ സൽമാൻ.
ദുൽഖർ സൽമാൻ. ഓക്കെ, നെക്സ്റ്റ്. ധോണി. മഹേന്ദ്ര സിംഗ് ധോണി. ഓക്കെ, നെക്സ്റ്റ്. ഇതാരാണ്? പറയേ, ഓപ്ഷൻസ് എന്തെങ്കിലുമൊക്കെ പറയേ, നമുക്ക് നോക്കാലോ ശരിയാണോ. തെറ്റിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യേ. ഒരു ഭാഗം മമ്മൂട്ടിയില്ലേ? നോ ഐഡിയ. നോ ഐഡിയ. ഓക്കെ, എന്നാൽ എല്ലാവരും തോറ്റ് പിന്മാറിയ സ്ഥിതിക്ക് ഞാൻ കാണിക്കാം. ഇതാരാണ്? ബസോസ്, ജെഫ് ബസോസ് അല്ലേ? ലമസ്കൽ. ഓക്കെ, ഇതാരാ? നെക്സ്റ്റ്. ചിത്ര ചേച്ചി. ഹലോ മസ്കൽ. ഉറപ്പിച്ചോ? ചിത്ര ചേച്ചി. ഓക്കെ, ഇതോ? രജനികാന്ത്. ഉറപ്പിച്ചോ? ഇനി മാറ്റുവോ? കറക്റ്റ്. നെക്സ്റ്റ്. ഇതെന്താണ്? ഓക്കെ, ദിസ് വൺ? ബീട്രൂട്ട് കട്ട് ചെയ്തിട്ട് ബീട്രൂട്ട് ആണ് തോന്നുന്നു. ബീട്രൂട്ട്. നെക്സ്റ്റ്. ബ്രിഞ്ചാൾ. ഓക്കെ, നെക്സ്റ്റ്. ഇതെന്താ? ബ്രൊക്കോളി. പൊട്ടറ്റോ. ഒക്ര. വെണ്ടക്ക. നമ്മള് വെജിറ്റബിൾസും ഇതൊക്കെ കാണിക്കുന്ന സമയത്ത് ലേഡീസിന്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ അല്ലേ? അതെ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ജെൻസിന്റെ സൗണ്ട് കേൾക്കുന്നേ ഇല്ലല്ലോ. കാണല് കുറവാണ്. വെണ്ടക്ക. നോക്കട്ടെ നമുക്ക്. ഓക്കെ, കറക്റ്റ്. ഇതെന്താ? ലെറ്റസ് ആണോ? കറക്റ്റ്. അപ്പൊ എല്ലാരും നല്ല ആക്റ്റീവ് ആയിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ആക്റ്റീവ്നെസ് എപ്പോഴും ത്രൂ ഔട്ട് ദിസ് സെഷൻ നമുക്ക് ഉണ്ടാവണം, എന്നാലേ ഈ സെഷൻ നമുക്ക് വൈബായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് ആരാ പരിചയപ്പെടുത്തുന്നേ? എന്റെ പേര് നസീന സിയാദ്, തൃശ്ശൂരിൽ നിന്നാണ്. എനിക്ക് 3 കുട്ടികളുണ്ട്. ഞാന് +2 2008 +2 കഴിഞ്ഞിട്ട് സിവിൽ ഡ്രാഫ്റ്റ്മാൻ കോഴ്സാണ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് മാരേജ് കഴിഞ്ഞു, കുട്ടികളായി. ആഫ്റ്റർ ഞാൻ സിവിൽ ഡ്രാഫ്റ്റ്മാന്റെ കോഴ്സ് കണ്ടിന്യൂ ചെയ്തു. ഒരു 2 വർഷം ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 2016 വരെ. അതിനുശേഷം ഞാൻ നാട്ടിലോട്ട് പോന്നു. പിന്നെ ഓരോ കാര്യങ്ങളായി, പിന്നെ ബാക്കിയുള്ള കുട്ടികൾ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഒരു 2020 കൂടിയിട്ടാണ് വീണ്ടും ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഓരോന്നൊക്കെ വന്നു തുടങ്ങി, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡൊക്കെ വന്നു തുടങ്ങിയത്. അപ്പൊ ഞാൻ ഇറങ്ങിയത് ബേക്കിംഗ് ഫീൽഡിലേക്കാണ്. കേക്കും കാര്യങ്ങളൊക്കെ 2-3 കൊല്ലം അങ്ങനെ പോയി. പിന്നെ മക്കളെല്ലാരും ഇപ്പോൾ സ്കൂളിലായിട്ട് നോക്കുമ്പോ വീട്ടിലിങ്ങനെ ഒറ്റപ്പെട്ട ഒരു ഫീലായി. വീടൊക്കെ വേറെ താമസിച്ച കാരണമുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ കുറെ കോഴ്സുകളെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ തന്നെ. അപ്പോഴാണ് മോണ്ടിസോറിയിൽ ഇപ്പൊ ജോയിൻ ചെയ്തിട്ട് ഇപ്പോ എക്സാം ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഡിഗ്രി വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മുന്നേ ഡ്രോപ്പ് ഔട്ട് ചെയ്തോണ്ട്. അങ്ങനെയാണ് നമ്മുടെ ലേൺ വൈസ് ഫസ്റ്റ് തന്നെ കിട്ടിയത്. ലേൺ വൈസിൻ്റെതായിരുന്നു. അപ്പൊ തന്നെ ഞാൻ എൻക്വയറി ചെയ്തു. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ പിന്നാലെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാ ജോയിൻ ചെയ്യുന്ന വെച്ചിട്ടൊക്കെ. അപ്പൊ കോഴ്സ് ചെയ്തെടുക്കുന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെയാണ് പിന്നെ സൈക്കോളജി ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഇതിൽ എന്താണ് സംഭവം കൂടുതൽ ഡീപ്പായിട്ട് അറിയില്ലെങ്കിലും നമ്മൾക്കൊരു ഒരു സിറ്റുവേഷനിൽ ഞാനും ഇതുപോലെ കൗൺസിലിംഗ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ എനിക്ക് തോന്നി നമ്മൾ പഠിച്ചിരുന്നാൽ കുറച്ചും കൂടി നല്ലതല്ലേ. നമുക്ക് ഓരോരുത്തർ നമ്മുടെ ബിഹേവിയർ ആയാലും നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും.
മറ്റുള്ളവരുടെ ബിഹേവിയറിനെ കുറിച്ചിട്ടും നമുക്കൊന്ന് കുറച്ചും കൂടി ഡീപ്പായിട്ട് ചിന്തിക്കാൻ പറ്റും. നമ്മളെ ഓവർ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കുറക്കാൻ പറ്റും, സ്ട്രെസ് കുറക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചിന്ത. അപ്പൊ ഈ മോണ്ടിസോറിൽ കുറച്ച് സൈക്കോളജി ഉണ്ട്, സൈക്കോളജി പഠിക്കുന്നുണ്ട്. അപ്പൊ തന്നെ കുറെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കുട്ടികളെ ഓരോ കാര്യങ്ങളും വലിയവരുടെ കാര്യങ്ങളും ഇത് പറ്റിയിട്ടില്ല. ഞാൻ ഇന്ന് മിസ്റ്ററോട് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പറയും, നാളെ തുടങ്ങാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ എന്തായാലും കൂടെ ഒരാളുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. അതൊക്കെയാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിനെ കുറിച്ചിട്ട്. ഓക്കെ, ഗ്രേറ്റ്. നസീന നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണർ ആണ് കേട്ടോ. നെക്സ്റ്റ് ഇനി ആരാണ് പറയുന്നേ? എന്റെ ഒരു തെസിൻ ആണ്. പിന്നെ ഞാൻ ബാംഗ്ലൂരാണ്, ബിസിനസ് ആണ്. നാട്ടില് തലശ്ശേരിയാണ്. പിന്നെ ഞാന് ഡൽഹിയിൽ ജാമ്യ മില്ലയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഡിഗ്രി. അപ്പൊ അവിടെ ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ട് അവിടുന്ന് ഡ്രോപ്പ് ചെയ്തു. പിന്നെ മൊത്തത്തിലൊരു ഡ്രോപ്പിംഗ് സ്റ്റോറിയാണ്. അപ്പോ ഡൽഹിന്ന് പിന്നെ ബാംഗ്ലൂർ വന്നു. ബാംഗ്ലൂർ BA ജേർണലിസം ജോയിൻ ചെയ്തു. ജേർണലിസം വേറൊരു കാരണവശാൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഇൻഷാല്ല ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. പിന്നെ എന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഒരു പോലീസ് ഓഫീസർ ആണെന്നാണ്. അപ്പോ എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം അറിയുന്ന ആളായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഈ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്നവരൊക്കെ ഇതിനെക്കിട്ട് സമയത്ത് സൈക്കോളജി കുറച്ചുകൂടി ഉപകാരപ്പെടും. പിന്നെ ഇപ്പോഴുള്ള സാഹചര്യത്തിലും പിന്നെ ഇനി വരാൻ പോകുന്ന സാഹചര്യങ്ങളിലും നമ്മളെ പോലുള്ള ഈ കുറച്ചുകൂടെ ഈ സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരെ പിന്നെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് BA സൈക്കോളജി ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്നാണ് എനിക്കിപ്പോ പേഴ്സണൽ മെന്ററായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. പിന്നെ നൂറാന്ന് മറ്റേ പേര്. അപ്പൊ അവരായിട്ട് സംസാരിച്ചു. അപ്പോ കാര്യങ്ങൾ അടിപൊളിയാന്ന് തോന്നുന്നു. ഇൻഷാല്ലാ ഇതെങ്ങനെയെങ്കിലും കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഈ എനർജി ത്രൂ ഔട്ട് ദിസ് ജേർണി വേണം കേട്ടോ നമ്മളെ കൂടെ. എന്തായാലും ജാമ്യ മില്ല ഏതാ ചെയ്തേ? കോഴ്സ് ഏതാ ഞാൻ ചെയ്തേ? ജാമ്യ മില്ലയില് പിന്നെ BA ഇംഗ്ലീഷ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ചെയ്തത് 2020. 2018 എന്റെ +2 പാസ് ഔട്ട്. 2020 ജാമ്യ മില്ലയില് BA ഇംഗ്ലീഷ് ചെയ്തു. പിന്നെ അത് പിന്നെ അന്നേരം ഉണ്ടായിരുന്ന ഒരു സമരം അറിയാൻ പറ്റും, നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ CNRC സമരമൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അതിൽ പങ്കെടുത്തായിരുന്നു. അതിൽ അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്നു. അപ്പോ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കൊരു നോട്ടീസൊക്കെ വന്നു UAPA അണ്ടർ. അപ്പോ അതും പിന്നെ അതെല്ലാം കൊണ്ട് പിന്നെ പേരൻസ് പിന്നെ ഡൽഹിയിലോട്ട് തിരിച്ചയച്ചില്ല. പിന്നെ ബാംഗ്ലൂരും അത്യാവശ്യം വെൽ നോൺ യൂണിവേഴ്സിറ്റി ആയിരുന്നു, ധ്യാൻസാഗർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള. അവിടെ BA ജേർണലിസം എടുത്തു. ജേർണലിസത്തിൽ അതിന്റെ ഇടയിൽ പിന്നെ കുറച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് എന്താക്കാൻ പറ്റിയില്ല, അതും കുറച്ച് ബ്ലോക്കായി. അപ്പൊ അതും ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ ഇപ്പോ ബാംഗ്ലൂരിലുള്ള ഒരു ബിസിനസ്മാൻ ആണ് തസിൻ അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ, എന്തായാലും അങ്ങനെ ആവട്ടെ. ഇല്ല, ബിസിനസ് അല്ല. അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഇൻഷാല്ല ഒരു പോലീസ് ഓഫീസർ ആണെന്നാണ്. അപ്പോ ഇത് ഭാവിയിൽ ഈ കോഴ്സ് ഉപകാരപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് ഇൻഷാല്ല. ഓക്കെ, എന്തായാലും ഉപകാരപ്പെടും കേട്ടോ. ഓക്കെ. ഹായ്, എൻ്റെ പേര് ദിയ. ഞാന് കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞാൻ ഇത്രയും നേരം ഓരോരുത്തർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാനും എങ്ങനെ തുടങ്ങണം എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം കുറച്ച് ആൾക്കാർ പറയുന്നത് കേട്ടപ്പം ഇങ്ങനെയൊക്കെ പറയാന്നുള്ള ഒരു ഇതിലാണ് ഇപ്പം ഞാൻ തന്നെ പറയാന്നുള്ള ഇതിൽ വരുന്നത്. ഞാൻ കഴിഞ്ഞ കൊല്ലം +2 പാസ്സായതാണ്. ഇപ്പൊ ഞാന് മിംസ് കാലിക്കറ്റ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ MRD എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിക്കുകയാണ്. അപ്പൊ അതൊരു ഡിപ്ലോമ കോഴ്സാ. അപ്പം അതിനൊരു ഡിഗ്രിയും കൂടെ വേണം. അപ്പൊ അങ്ങനെയാണ് ലേൺ വൈസിലേക്ക് വന്നത്. ആദ്യം BA ഇംഗ്ലീഷ് എടുക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ ഇംഗ്ലീഷില് ലിറ്ററേച്ചർ ആ കാര്യങ്ങളല്ലേ, അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ മേ ബി എനിക്ക് മടുപ്പ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ BA സൈക്കോളജി എടുത്ത്. സൈക്കോളജി എടുക്കുന്നതിൽ ഇൻട്രസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. പണ്ട് മുതലേ കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ട് നമ്മളെ കൊണ്ട് പറ്റും പോലെ ചിലപ്പോൾ ഓർക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനിയിപ്പം ആ ഒരു MRD എന്നുള്ളതിൽ നിന്ന് തന്നെ ഇനിയിപ്പോൾ ആ ഒരു ജോബിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഈ BA സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോബ് എടുക്കാൻ പറ്റിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു കോഴ്സ് എടുത്തത്. അപ്പം പിന്നെ എനിക്കുള്ള ഒരു സ്കില്ല് എന്ന് പറയാമോന്ന് അറിഞ്ഞൂടാ. ഞാനൊരു യൂട്യൂബർ ആണ്. എന്റെ എനിക്ക് ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്. ഓളും ഈ BA സൈക്കോളജിയിലുണ്ട്. ലിയ ഫാത്തിമ എന്നാണ് ഓളെ പേര്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതില് 8K+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യം തന്നെയാണ്.
അങ്ങനെ കുറച്ച് ആൾക്കാർ അറിയുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചൊരു ഇൻട്രോവേർട്ട് പേഴ്സൺ ആണ്. ഇവിടെ ഇപ്പം തന്നെ ആദ്യം ഞാൻ വിചാരിച്ച ആദ്യം തന്നെ ഇൻട്രോ പറയണം എന്നൊക്കെ ഉള്ളത്, നിങ്ങൾക്ക് എല്ലാവരും നമ്മൾ സ്വന്തം ഒന്ന് പരിചയപ്പെടുത്താന്നല്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ആക്കാന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചും കൂടെ നേരം എടുത്തത്, എല്ലാവരും പറയുന്നത് കേട്ടിട്ട് നോക്കാന്നുള്ളതില്. പിന്നെ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ചോദിച്ചോളി. ഇത്രയൊക്കെ തന്നെയാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഒരുവിധം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട് ദിയ അത്ര ഇൻട്രോവേർട്ട് ഒന്നും അല്ല കേട്ടോ. ഇങ്ങനെ വീഡിയോ ഓൺ ആക്കി നമ്മുടെ ഒരു സെഷനിൽ പറയാന്നുള്ളത് തന്നെ ഒരു നല്ലൊരു കാര്യമാണ്. എന്തായാലും ഇൻട്രോവേർട്ട് എന്നുള്ള ചിന്തയൊക്കെ മാറ്റി വെക്കുക, നമുക്ക് എക്സ്ട്രോവേർട്ട് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, നീ നെക്സ്റ്റ് ആരാണ്? എന്റെ പേര് ദീപക് എന്നാണ്. എന്റെ സ്വദേശം പറയുന്നത് എറണാകുളത്താണ്. വർക്ക് ചെയ്യുന്നത് തൃശ്ശൂരാണ്. ഇവിടെ പലരും തൃശ്ശൂർക്കാർ കാണുന്നുണ്ട്, എനിക്കറിയാം പലരും തൃശ്ശൂരിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി. അപ്പോ ഞാൻ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ് 2023. അതായത് സ്കൂളില് വർക്കിൽ കയറി. ഇപ്പൊ ഇവിടെ തൃശ്ശൂർ തന്നെ വർക്ക് ചെയ്യാണ്, മെഴ്സിഡീസിൽ വർക്ക് ചെയ്യുന്നു അഡ്മിനായിട്ട്. പിന്നെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യാൻ, എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണ് ഞാൻ. ഓക്കെ, ഹെൽപ്പ് ചെയ്യുന്ന ആളായതുകൊണ്ടാണോ സൈക്കോളജി എടുത്തേ? അതെ അതെ അതെ. ഓക്കെ, എന്നിട്ട് സൈക്കോളജി പഠിച്ചു തുടങ്ങിയോ? പഠിച്ചു തുടങ്ങി. ഇവിടെ നസ്ല മാം ആണെങ്കിലും നല്ല സപ്പോർട്ടീവ് ആണ്. ഞാൻ വർക്കിന്റെ ഇടയിലാണെങ്കിലും കുറെ കാര്യത്തിൽ ഇപ്പൊ പുറത്തു പോകണമെങ്കിലും എന്തായാലും ഹെഡ്സെറ്റ് വെച്ച ക്ലാസ് വേണം, വണ്ടിയിലേക്ക് കണക്റ്റഡ് ആക്കിയിട്ട്. അല്ലെങ്കിൽ ബൈ ട്രാവലിംഗ് ആണെങ്കിൽ ക്ലാസ് കാണാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഡെഡിക്കേഷൻ ഞാൻ അപ്രിസിയേറ്റ് ചെയ്യുന്നു. സോ ത്രൂ ഔട്ട് ദിസ് ജേർണി എപ്പോഴും ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക. നമുക്ക് നമ്മുടെ ഡിഗ്രി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. ഞാൻ ശരവണനാണ്, പാലക്കാട് നിന്നാണ്. ബിസിനസ് ആണ് ചെയ്യുന്നത്, ഹോട്ടൽ ഫീൽഡിലാണ്. സൈക്കോളജിയിൽ പാരാസൈക്കോളജി പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് സൈക്കോളജി എടുത്തത്. എത്രത്തോളം മുന്നോട്ട് പോകുന്നറിയില്ല, എന്നാലും പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നമ്മളെ ഗാംഗിൽ തന്നെ ചിലപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു കണ്ടൻസൻ അല്ലെ ഒരു ലേണർ ആയിരിക്കും ശരവണൻ എന്ന് പറയുന്നത്. കാരണം അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിട്ടാണ് നമ്മുടെ BA സൈക്കോളജി ചൂസ് ചെയ്തിട്ടുള്ളത്. സോ വൈഫ് പരിചയപ്പെടുന്നില്ലേ? ഉണ്ട്. എന്റെ പേര് രേണുക. രണ്ട് കൊച്ചുങ്ങളുണ്ട്. BA സൈക്കോളജി എടുത്തത് പോലീസ് ഓഫീസർ ആവാൻ വേണ്ടിയാണ്. ഓക്കെ, പാരസൈക്കോളജിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ രേണുകക്ക്? അല്ല, എനിക്ക് ഫോറൻസിക് സൈക്കോളജി. ഫോറൻസിക്, അങ്ങനെ ഒരു പാരാസൈക്കോളജിയും ഒരു ഫോറൻസിക് സൈക്കോളജി അല്ലേ? ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഒരു ഗെയിം കണ്ടക്ട് ചെയ്താലോ? റെഡിയാണോ? നമ്മുടെ ഗെയിമിന്റെ പേര് മൂവി ഡിൽ എന്നാണ്. നമ്മൾ ഓരോ ഇമേജസ്, അതുമായി ബന്ധപ്പെട്ട ഡയലോഗ്സ്, കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. അത് ഏത് മൂവി ആണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മുടെ ഫസ്റ്റത്തെ ഒരു സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ഗെയിമിൽ നിന്ന് നമുക്ക് മനസ്സിലായി നിങ്ങൾ ഒരുപാട് പേര് ഫിലിമൊക്കെ കാണുന്ന ആളുകളാണെന്ന്. സോ ഇതിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഞാൻ കാണിക്കട്ടെ? ഓക്കെ. ഇത് ഏത് മൂവിയാ? കല്യാണരാമനാണോ? കല്യാണരാമൻ. ഓക്കെ, ഉറപ്പിച്ചോ? ഓക്കെ, കല്യാണരാമൻ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. നെക്സ്റ്റ്, ഓക്കെ, ഇതിൽ ആരാണ് ഉപ്പും മുളകും എന്ന് പറഞ്ഞ ആള്? ഫസ്റ്റ് ഞാൻ ബൈ മിസ്റ്റേക്ക് ഉപ്പും മുളകൊന്ന് പറഞ്ഞു പോയതാ. സോൾട്ട് ആൻഡ് പെപ്പർ. ഓക്കെ, സോൾട്ട് ആൻഡ് പെപ്പർ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. നെക്സ്റ്റ്, CID മൂസ. റാംജി റാവ് സ്പീക്കിംഗ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, മന്നാർ മത്തായി സ്പീക്കിംഗ് ആണ് കേട്ടോ. രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല, അതുകൊണ്ടാവും മാറിപ്പോയത്. ഓക്കെ, നെക്സ്റ്റ്, ഒച്ച ഫോട്ടോയിൽ കിട്ടില്ല മിസ്റ്റർ. ഇതേതാണ് ഡയലോഗ്? വടക്ക് നോക്കി യന്ത്രം. ഉറപ്പിച്ചോ? വേറെ ആരും എന്താ ഒന്നും പറയാത്തെ? ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇല്ലേ? ഇത് കണ്ടിട്ടില്ല. ഓക്കെ, ഇത് വടക്ക് നോക്കി യന്ത്രം.
നെക്സ്റ്റ് യോധ. ഉറപ്പിച്ചോ? യോധ. ഓക്കെ, യോധ കറക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് പറയൂ. എവിടെ എവിടെ ആരും കേൾക്കുന്നില്ലല്ലോ. തലൈവയാണോ? തലൈവ. തലൈവ. നെക്സ്റ്റ് ഫിലിമിന്റെ പേര് ഓർമ്മയില്ല. ഷാറൂഖ് ഖാന്റെ ഒരു സോങ് ഉള്ള ഫിലിമില്. അതാണ്. റാവണാണോ? അതാണ്. അതെ, കറക്റ്റ് ആണ്. നെക്സ്റ്റ് ഇത് കരീന എവിടെയാ? കപൂറും ഷാഹിദ് ഓക്കെ ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. നെക്സ്റ്റ് സീതാരാമം. ഉറപ്പിച്ചോ? ഓക്കെ. നെക്സ്റ്റ് ഹാരി പോട്ടർ. ഹാരി പോട്ടർ. ഓക്കെ. ഇതേതാ? ടൈറ്റാനിക്. ഇതേതാ? ചെന്നൈ എക്സ്പ്രസ്. ചെന്നൈ എക്സ്പ്രസ് ആണോ? എല്ലാരും ഉറപ്പിച്ചോ? ദിൽവാലെ ദുൽഹാനെ ലേ ജായേംഗെ. അയ്യോ, ഞാൻ പറയാൻ വിചാരിച്ചു. പറയാൻ വിചാരിച്ചാ പോരല്ലോ, പറയണ്ടേ? ഓക്കെ, നെക്സ്റ്റ്. ഇതേതാ? ഹോട്ടൽ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ഓക്കെ, ഗ്രേറ്റ്. ദൃശ്യം. എന്ത് പ്രശ്നമാണ് സെറ്റി? കുമ്പളങ്ങി നൈറ്റ്സ്. ഓക്കെ, ഇപ്പൊ ശരിയാക്കി തരാം. വെള്ളാനകളുടെ നാട്. ഉറപ്പിച്ചോ? ഓക്കെ. അപ്പോ ഇതാണ് നമ്മുടെ ഗെയിം. ഈ ഗെയിം എല്ലാരും സക്സസ്ഫുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാരും നല്ലോണം ഫിലിം ഒക്കെ കാണുന്ന ആളുകളാണെന്ന് മനസ്സിലായി. സോ ഈ ഫിലിം കാണുന്ന ഇൻട്രസ്റ്റ് നമ്മുടെ വീഡിയോസ് കാണുന്നതിലും വേണം. ഓക്കെ, നമുക്ക് എന്താ അരുൺ എന്തെങ്കിലും പറയുന്നുണ്ടോ? പറ അരുൺ. നിർത്തിയിട്ട് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറയാൻ. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാരും പഠിത്തത്തിൽ ശ്രദ്ധിക്കാനാണ് അരുണ് പറയുന്നത്. അപ്പൊ കുറച്ചൊക്കെ ഇതിന്റെ ഇടയിൽ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ഫിലിം ഒക്കെ കാണാം, പക്ഷെ അത് മാത്രം ആക്കരുത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇനി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്റെ പേര് അനഘ. ഞാൻ ഇപ്പൊ കാസർഗോഡാണുള്ളത്. എന്റെ സ്വന്തം വീട് പറഞ്ഞത് എറണാകുളമാണ്. ഞാൻ +2 കഴിഞ്ഞതൊരു 2014-15 സമയമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നഴ്സിങ്ങിന് പോയി. അത് ഡിസ്കണ്ടിന്യൂ ചെയ്തത് മാരേജ് ആയി. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞൊക്കെ ആയപ്പോ അത് നിർത്തി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചാള് വെറുതെ ഇരുന്നു. അത് കഴിഞ്ഞ് ജോലിക്ക് കയറി. ഇടയിൽ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ചെയ്തു. അതിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഡിഗ്രി ചെയ്യണം എന്തെങ്കിലും. എന്തായാലും ഇന്നിപ്പോ ഈ ഒരു ടൈമില് ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി തന്നെ വേണം. വേറെ എന്തെങ്കിലും നോക്കണമെങ്കിൽ ഡിഗ്രി തന്നെ വേണം. ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ അതൊന്നും അത്ര ഇതായിട്ട് തോന്നിയില്ല. അങ്ങനെ പിന്നെ ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഇത് കണ്ടത്. അതിന്റെ ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഇഗ്നോ വഴി കയറാം എന്നുള്ളത് ഇതാക്കിയിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര മടിച്ചായതുകൊണ്ട് എനിക്ക് ഒരാള് ഉന്താണ്ടും തള്ളാണ്ടൊന്നും പഠിക്കണ കാര്യങ്ങളൊന്നും നടക്കില്ല. ഒരാളെനിക്ക് പുറകെ നടന്ന് പഠിക്കുന്നൊക്കെ പറഞ്ഞാലേ നടക്കുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇഗ്നോയില് നേരിട്ട് ഡയറക്റ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല, അത് വെറുതെ ആയി പോകും എന്ന് തോന്നിയോണ്ട് അങ്ങനെ ഇത് ലേൺ ബേസ് ഇത് കണ്ടത്. അതും കുറെ നാളിങ്ങനെ നോക്കി ക്യാഷിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇതാക്കി നോക്കി അവസാനം ഒരു 1.5 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴാണ് ജോയിൻ ചെയ്യാൻ പറ്റിയത്. സൈക്കോളജി ഞാൻ നഴ്സിംഗിന് പഠിച്ചിരുന്ന സമയത്തെ സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്ട് അപ്പോഴേ പഠിച്ചു തുടങ്ങിയിരുന്നതാണ്. പിന്നെ അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സൈക്കോളജിയിൽ വന്നത്. പിന്നെ വേറെ സബ്ജക്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബികോം അങ്ങനത്തെയൊക്കെ നോക്കാന്ന് വെച്ചാൽ മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത വിഷയമാണ്. അപ്പൊ അത് കാരണം ഞാൻ അതിലോട്ടൊന്നും തിരിയാതിരുന്നത്. പിന്നെ എന്നെ കുറിച്ചെന്ന് പറയാനായിട്ട് ഞാൻ ഇപ്പോ
എനിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ നോക്കാറുണ്ട്, പരമാവധി ശ്രമിക്കാറുണ്ട്. പിന്നെ അതൊക്കെ തന്നെയേ ഉള്ളൂ എന്നെ കുറിച്ച്. ഓക്കെ ഗ്രേറ്റ്. എന്റെ പേര് ജയപ്രഭ. ഞാൻ പത്തനംതിട്ട പോന്നി എന്ന സ്ഥലത്താണ് എൻ്റെ നാട്. എനിക്ക് മാരേജ് കഴിഞ്ഞ് 2 മക്കളുണ്ട്. ചെറിയ മോള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, വലിയ മോള് BSc സൈക്കോളജി പഠിക്കുന്നു. ഞാൻ +2 കഴിഞ്ഞ് പിന്നീട് മറ്റൊന്നിനും ഒരു ക്ലാസ്സിനും ഒന്നിനും പോയിട്ടില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ ആശാ വർക്കറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മറ്റുള്ള നമ്മുടെ ഏരിയയിലെ സ്കൂളുകളിലും ഒക്കെ കുട്ടികൾക്ക് അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ നമ്മുടെ കൂടെ സ്റ്റാഫുകൾ വരും, അവർ പറയുന്ന വിഷയങ്ങൾ നമ്മൾ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നും എനിക്ക് കൂടുതലും ഒന്നുകൂടെ ഇൻട്രസ്റ്റ് തോന്നി. സൈക്കോളജി പഠിച്ചാൽ ഒന്നുകൂടെ നമുക്ക് കൗൺസിലിംഗ് സെക്ഷനിലോട്ട് പോകാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ BA സൈക്കോളജി എടുക്കാൻ തന്നെ ഇഷ്ടപ്പെട്ടത്. നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ സൈക്കോളജിയിൽ ഈ ഇഗ്നോയിൽ തന്നെ ഒന്ന് ചേർന്നതായിരുന്നു. എനിക്ക് എൻ്റെ പേഴ്സണൽ ഇഷ്യൂ കാരണം പല കാരണങ്ങൾ കൊണ്ടും എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇപ്രാവശ്യം വീണ്ടും ഞാൻ റീജോയിൻ ചെയ്തതാണ്. ചെയ്തിട്ട് വീണ്ടും എനിക്കത് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള താല്പര്യത്തിൽ തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം ചേർന്നിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ ഗ്രേറ്റ്. നെസ്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇഗ്നൗല് ചേരുമ്പം എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, അതിനുള്ള സപ്പോർട്ട് കിട്ടുമോ, ക്ലാസ്സിലൊന്നും പോകാതെ ഇതെങ്ങനെ വീട്ടിൽ ചെയ്യുമെന്ന്. പക്ഷേ നിങ്ങളെ ടീമും നിങ്ങളെ നബീൽ സാറിന്റെ ലെക്ചേഴ്സും നെസ്ലന്റെ ഫോളോ അപ്പും മൊത്തത്തിലുള്ള നിങ്ങളെ ആറ്റിറ്റ്യൂഡും നിങ്ങളെ ഇൻട്രസ്റ്റും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പണ്ട് സ്കൂളിൽ പോയ ഫീലിംഗ് പിന്നെയും തിരിച്ചു കിട്ടുകയാണ്. ക്ലാസ് റൂമും ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ ആയിട്ടുള്ള കണക്ഷൻ ഭയങ്കര ചേഞ്ച്. നമ്മളെ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയി തുടങ്ങിയായിരുന്നു, എപ്പോഴും കുക്കിങ്ങും കുട്ടികളുടെ ബാക്കിലും. ഭയങ്കര ഒരു ഡിഫറൻസ് തോന്നുന്നു. എനിക്ക് തന്നെ ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു. ഞാൻ എന്തെങ്കിലും വർത്ത് വൈൽ ആയിട്ട് ഉണ്ടെന്നല്ലോ. ഇൻഷാ അല്ലാ കംപ്ലീറ്റ് ചെയ്യണം. എന്റെ പേര് നീതു, തൃശ്ശൂരാണ് വീട്. നെസ്ല മിസ് എപ്പോഴും വിളിക്കാറുണ്ട് എന്നെ. എനിക്ക് 2 മക്കളാണുള്ളത്. മോള് BCom ഫിനാൻസ്, മോന് 8th പഠിക്കുന്നു. ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് ആയിട്ട്. ഞാൻ ഇത് പഠിക്കാനായിട്ട് കാരണം എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനും പിന്നെ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി സംസാരിക്കാനും ഒക്കെയാണ്. ഞാൻ എന്താ പറയാ, മോട്ടിവേഷൻ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ പറയാ, സൊസൈറ്റിയിൽ നമുക്ക് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ട്. പിന്നെ ഞാൻ ആ സമയത്ത് നെസ്ല മിസ് ആദ്യം വിളിക്കുന്ന സമയത്ത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പൊ അത് കാരണം വർക്കൊന്നും ശരിക്ക് ബിസിനസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ വീണ്ടും വർക്കിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ സൈക്കോളജി പഠിക്കാനായിട്ട് വളരെ താല്പര്യമുണ്ട്. ഇത് മുന്നോട്ട് നല്ല രീതിയിൽ പോയി പാസ്സാവണം എന്നാണ് ആഗ്രഹം. ഓക്കെ, താങ്ക് യു നീതു, താങ്ക് യു സോ മച്ച്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഞാൻ +2 കഴിഞ്ഞു, +2 TTC കഴിഞ്ഞു. അത് കഴിഞ്ഞ് മോണ്ടിസോറി ഡിപ്ലോമ ഇൻ മോണ്ടിസോറിയും കഴിഞ്ഞു. KVയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ BA സൈക്കോളജി 3 വർഷമായിട്ടും BA സൈക്കോളജി പഠിക്കുന്നത് കൊണ്ട് സൈക്കോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് വേണ്ടിയിട്ടാണ് ഞാൻ BA സൈക്കോളജി എടുത്തത്. ഞാൻ ഇഗ്നോ ഫേസ്ബുക്ക് വഴി കണ്ടതാണ് ഞാൻ ഇഗ്നോയിൽ ജോയിൻ ചെയ്യാനായിട്ട് കയറിയത്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാള് 7th ഒരാള് 1st സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ക്വാളിറ്റി ടീച്ചിങ് ആണ് മാം ഏറ്റവും. കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇപ്പോഴത്തെ ഒരിത്. അതെ, അത് കുറച്ച് പണിയുള്ള പണി ആയതുകൊണ്ട് അത് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. ഓക്കെ താങ്ക് യു ആതിര. നെക്സ്റ്റ് ആരാണ്? ഇനിയും പറയാത്ത ഒരുപാട് പേരുണ്ട്. നമുക്കിവിടെ 50+ ആളുകൾ ഉണ്ടായിട്ട് കുറച്ച് ആളുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എവിടെയാ ബാക്കിയൊക്കെ? എവിടെയാ? ഫാത്തിമ, ഞാൻ കാലിക്കറ്റ് നിന്നാണ് കേട്ടോ. എനിക്കൊരു ട്വിൻ ഫ്രണ്ട് ദിയ ഫാത്തിമ, നേരത്തെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. അപ്പം കഴിഞ്ഞ കൊല്ലം
ബയോസയൻസ് ആയിരുന്നു എടുത്തത്. ബയോസയൻസ് കഴിഞ്ഞ് ഞാനിപ്പോ ആസ്റ്റർ മിംസിലെ MRD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കാണ്. അതൊരു ഡിപ്ലോമ കോഴ്സാണ്. അപ്പം എനിക്ക് തോന്നിയ ഒരു ഡിഗ്രിയും കൂടി അഡീഷണൽ ആയിട്ട് വേണമെന്ന്. അങ്ങനെയാണ് BA സൈക്കോളജി എടുക്കാന്ന് വിചാരിച്ചത്. അപ്പം BA സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ ഒരു എന്താ പറയാ ഒരു പ്രത്യേക ഒരു എനിക്കൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പം ഞാൻ എന്റെ സിസ്റ്ററും കൂടി ആലോചിച്ചപ്പോ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ എന്തായാലും ഒരേ ഫീൽഡേ എടുക്കുള്ളൂ. ഇതുവരെ എല്ലാം ഒരുമിച്ചാണ് എടുത്തതും പഠിച്ചതും ഒക്കെ. അപ്പം അങ്ങനാണ് ഈ BA സൈക്കോളജിയിലേക്ക് വന്നത്. പിന്നെ ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതൊക്കെ തന്നെയാണ്, അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ പോകുന്നു. എനിക്ക് ആളുകളെ സഹായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോബ് എന്നുള്ളതാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ആഗ്രഹം. കാരണം നമ്മളെ ഇപ്പം ഫാദർ ആയാലും മദർ ആയാലും നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഇതുണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ വരെ ഓരെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഇവിടെ വരെ എത്തിച്ചു. അപ്പൊ ബാക്കി ഞങ്ങൾക്കൊരു ജോലി കിട്ടിയിട്ട് ഓരെ നല്ലോണം നോക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതൊക്കെ തന്നെയുള്ളൂ. എന്തായാലും രണ്ടുപേർക്കും വിചാരിച്ച രീതിയിലൊക്കെ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു ലിയ, താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ കൊല്ലത്തുനിന്നാണ്. ഞാൻ 2002 +2 കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 3 ഇയർ റേഡിയോളജി കോഴ്സ് കഴിഞ്ഞു. 1 ഇയർ അമൃതയിൽ വർക്ക് ചെയ്തു. പിന്നെ അതെല്ലാം ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഫാമിലി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നി ഇനി എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയപ്പം കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു. അപ്പൊ ഇപ്പം ഞാനതങ്ങ് ഫൈനലൈസ് ചെയ്ത് BA സൈക്കോളജി, എനിക്കൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് തിരഞ്ഞെടുത്തതാണ്. റേഡിയോളജി കഴിഞ്ഞതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ സൈഡുമായിട്ടുള്ളൊരു റിലേഷനും ഉണ്ട്. അതുകൊണ്ട് ഇത് തിരഞ്ഞെടുത്ത് അങ്ങനെ പോവാന്ന് വിചാരിച്ചു. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു ലക്ഷ്മി. ഇനി ക്വാളിറ്റി എന്താണ്? ക്വാളിറ്റി ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി ഇല്ല. എനിക്ക് നെഗറ്റീവ് സൈഡ് ഭയങ്കര മടിയാണ്. അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്തു തുടങ്ങുന്നത്. പിന്നെ ഞാനിപ്പം ചെയ്യുന്നത് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ഒരു ഓർഗാനിക് പ്രോഡക്ട്സിന്റെ ഷോപ്പ് ഉണ്ട് എനിക്ക്. ഓർഗാനിക് പ്രോഡക്ട്സ്. ഓക്കെ. എവിടെയാണ്? നാട്ടിൽ തന്നെയാണ് ഷോപ്പ്? കൊല്ലത്ത് തന്നെയാണ്. അതിപ്പോ റൺ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടത്തിൽ എനിക്കൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണം, PG ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ബിസിനസ് വുമൺ ആണ്, എന്നിട്ടാണോ എനിക്കൊരു ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞത്? അതൊരു ക്വാളിറ്റി അല്ലേ? അല്ല, ക്വാളിറ്റി ആണ്. പക്ഷെ ഈ മടി, അതെ. പക്ഷെ അതിലും മേലെ നിൽക്കുന്ന ഒരു മടിയുണ്ട്, അതൊന്ന് മാറ്റിയെടുക്കണം. ഓക്കെ, അതൊക്കെ വഴിയെ മാറിക്കോളും. നമുക്ക് മടി പിടിക്കാനൊന്നും സമയമില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ലക്ഷ്മി. നെക്സ്റ്റ് ആരാണ് പറയുന്നത്? എന്റെ പേര് ഷബാന. ഞാൻ ദുബായിൽ നിന്നാണ് വരുന്നത്. നാട്ടില് മലപ്പുറത്താണ്. ഇപ്പൊ നാട്ടിലുണ്ട്. സൈക്കോളജിനോട് എന്തോ ഭയങ്കര ഒരു ഇഷ്ടം കൊണ്ട് കോഴ്സ് എടുത്തതാണ്. ബേസിക്കലി ടീച്ചറാണ്, പക്ഷെ ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. കുറെ കാലമായിട്ട് ഇപ്പൊ സ്കൂളിലൊന്നും പോകുന്നില്ല. അപ്പൊ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പഠിക്കാന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് എടുത്തതാണ്. അതുപോലെ തന്നെ ആളുകളോട് സംസാരിക്കാനും ആളുകളെ കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുസ്തകങ്ങളൊക്കെ ഒരുപാട് വായിക്കും, റിവ്യൂസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോ ഇന്ററാക്ട് ചെയ്യാനും ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സൈക്കോളജി എടുക്കാന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് എടുത്തതാണ്. ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം വഴിയാണ് ലേൺ വൈസിനെ കുറിച്ച് അറിയുന്നതും അവരെ അപ്രോച്ച് ചെയ്യുന്നതും ഒക്കെ. നെസ്ലാമാണ് മെന്റർ. ഭയങ്കര സപ്പോർട്ടീവാണ്, എപ്പോഴും വിളിക്കും, മെസ്സേജ് ചെയ്യും. അതുകൊണ്ട് തന്നെ ക്ലാസ് ഒക്കെ ഒരുപാടായി. ഇപ്പോ 10-15 ക്ലാസ് ഒക്കെ കേട്ട് കഴിഞ്ഞു. അപ്പോ നല്ല രസമായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. എന്താണ് ക്വാളിറ്റി? എന്താണ് ക്വാളിറ്റി? സംസാരിക്കാൻ ഇഷ്ടമാണ്, ആളുകളെ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് കോഴ്സ് എടുത്തു കഴിഞ്ഞാല്. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആരാണ് പറയുന്നത്? മുന്നോട്ട് വരൂ. സൈക്കോളജി സ്റ്റുഡൻസ് എപ്പോഴും മുന്നോട്ട് വരണം. മാം, ഞാൻ സബിത. ഓക്കെ, സബിത പറയൂ. സബിത, ഞാൻ കാലിക്കറ്റ് ആണ്. ഞാൻ ഇതേപോലെ കുറേയായി സൈക്കോളജി എടുക്കണം അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് അതിനൊരു ഇത് കിട്ടിയത്. അത് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു മൈൻഡ് കോച്ചിങ്ങിലേക്ക് പോയി. ഇപ്പൊ ഞാൻ മൈൻഡ് കോച്ചായിട്ട് വർക്ക് ചെയ്യാണ്. അതിനെ കൂടുതൽ കുറെ വർഷങ്ങളായി സൈക്കോളജിയിൽ ചെയ്യണം,
ചെയ്യണം വിചാരിച്ചപ്പോൾ ഓരോ ഇയർ ഇതിന്റെ അഡ്മിഷൻ ആവുമ്പോഴും അതിന്റെ പല കാരണങ്ങൾ വന്നിട്ട് പിന്നെ അതിന്റെ ടൈം കഴിഞ്ഞു, അങ്ങനെ പല ഇതും വന്നു. പക്ഷെ ഈ മൈൻഡ് കോച്ചിങ്ങിലും കൂടെ പോയപ്പോൾ അതിന്റെ എന്തായാലും അത് എങ്ങനെയെങ്കിലും സമയം ആക്കി ചെയ്യണം എന്നുള്ള ഒരു ഇത് വന്നു. അങ്ങനെയാണ് ഞാൻ ഇതേപോലെ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ലേൺ വൈസിനെ പറ്റിയിട്ടും ഇഗ്നോനെ പറ്റി അറിയായിരുന്നു, പക്ഷെ എങ്ങനെ ജോയിൻ ചെയ്യണം, എവിടെ ജോയിൻ ചെയ്യണം എന്നുള്ള ഒരു ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ലേൺ വൈസിനെ പറ്റി അറിഞ്ഞത്. അങ്ങനെയാണ് അന്വേഷിച്ചത്, എൻക്വയറി ചെയ്തത്. അവിടുന്ന് നല്ല സപ്പോർട്ടായിരുന്നു എല്ലാത്തിനും. എനിക്കിപ്പോ നസ്രീൻ മാം ആണ് മെന്റർ. ഒക്കെ സുഖമായിട്ട് ഇങ്ങനെ പോകുന്നു. സബിതയുടെ ഒരു ക്വാളിറ്റി പറയൂ. ഞാന് എപ്പോഴും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ വിഷമങ്ങള്, നല്ല ലിസണറാണ് ഞാന്. അവരെ കേൾക്കാനും നല്ലൊരു അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ ഹീൽ ചെയ്യാനും എപ്പോഴും പണ്ട് മുതലേ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ സൈക്കോളജി എന്നുള്ള സബ്ജക്റ്റിനോട് ഒരു അടുപ്പം തോന്നിയത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു മൈൻഡ് കോച്ചിങ്ങിലേക്ക് പോയത്. അപ്പം ഇത് കൂടെ ആയിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ എനിക്ക് അത് അതിലെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ളതിലോണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, ഗ്രേറ്റ് സബിത, താങ്ക് യു സോ മച്ച്. ഞാൻ അഖിലേഷ് അബ്രഹാമാണ്, കൂത്തുപറമ്പിലാണ് താമസം. ഓക്കെ. പിന്നെ ലേൺ വൈസ് ആദ്യം ഞാൻ ചേർന്നത് അച്ഛനും അമ്മ പെങ്ങളും ചേട്ടനും കൂടിയാണ് ഇത് നോക്കിയത്. ഞാൻ നോക്കിയില്ലായിരുന്നു. പിന്നെ താല്പര്യം ഉണ്ടായിരുന്നു, പിന്നെ ഇൻട്രസ്റ്റ് കുറവായിരുന്നു. പിന്നെ പാരന്റ്സും കൂടിയാണ് ഇൻട്രസ്റ്റ് കൂട്ടിയത് എനിക്ക്. ഓക്കെ, ഒരു ക്വാളിറ്റി പറയൂ. മറ്റവരെ സഹായിച്ചു കൊടുക്കുക, അങ്ങനെ അതേ ഉള്ളൂ അതിന്റെ ഇത്. ഓക്കെ, അടിപൊളി. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്റെ പേര് പ്രജി, ഞാൻ കൊല്ലത്ത് നിന്നാണ്. ഹലോ, ഞാനിപ്പോ ഒരു മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുവാണ്. കഴിഞ്ഞ വർഷം വരെ ഞാൻ സ്വന്തമായിട്ട് മെഡിക്കൽ ഷോപ്പ് നടത്തുമായിരുന്നു. പിന്നീട് കുറച്ച് മാനസികമായിട്ട് എനിക്ക് അതിനോട് താല്പര്യം കുറഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ ഷോപ്പ് നിർത്തിയത്. എന്നിട്ട് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുവാണ്. പിന്നെ എനിക്ക് ഇതിപ്പം പഠിക്കാനായിട്ട് മുന്നോട്ട് വരാനുള്ള കാരണം, എനിക്ക് പുറത്തോട്ടൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അവിടെ എല്ലാം ഒരു ഡിഗ്രി ഉണ്ടെങ്കിലേ വാലിഡിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഡിപ്ലോമയായിരുന്നു, +2 കഴിഞ്ഞിട്ട് DPharm ആയിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെയാണ്. അപ്പം ഞാൻ ഒരു 6 വർഷം ഒന്നും ചെയ്യാണ്ട് ആ കടയിൽ ഇരുന്നായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഇപ്പം വീണ്ടും എനിക്ക് ഇനി സമയമുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതിലോട്ട് വന്നത്. എനിക്ക് വെറുതെ ഒരു ഡിഗ്രി എടുക്കുന്നതിനോട് താല്പര്യം ഇല്ലായിരുന്നു. ഏതെങ്കിലും നമുക്കൊരു ജോബ്, നല്ലൊരു ജോബും കൂടി കിട്ടുന്ന രീതിയിലുള്ള ഡിഗ്രിയോടായിരുന്നു താല്പര്യം. അങ്ങനെയാണ് സൈക്കോളജി എടുത്തത്. ഓക്കെ. മൈ നെയിം ഈസ് രതീഷ്. ഞാൻ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്നു. എറണാകുളത്ത് ഇലഞ്ഞി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്നു ഇൻസ്ട്രക്ടറായിട്ട്. അപ്പോ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറ രതീഷ്, പറ. ഞാൻ ഡിഗ്രി മഹാരാജ് കോളേജിൽ പഠിച്ചതാണ്, പക്ഷേ ഫാമിലി മാറ്റേഴ്സ് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഫിഷർമാനായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തു, ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തു, ഫൈബർ ഗ്ലാസിന്റെ വർക്ക് ചെയ്തു. അങ്ങനെ കേരളത്തിലും പുറത്തൊക്കെ ആയിട്ട് പലയിടത്തും വർക്ക് ചെയ്തു. PSC ടെസ്റ്റുകൾ, ഓട്ടോ ഡ്രൈവറായിട്ട് ഇവിടെ കുറെ കാലം നിന്ന സമയത്ത് ഞാൻ 100ഓളം PSC ടെസ്റ്റുകൾ എഴുതി. ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവന്റായിട്ട് സർവീസിൽ കയറി. അവിടെ നിന്ന് വീണ്ടും പഠിച്ചു, പ്രൊമോഷനായി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഇപ്പോ സർവീസിലിരിക്കെ തന്നെ ഞാൻ എല്ലാം പഠിച്ചു. ആ കൂട്ടത്തിൽ ഇപ്പോ എഞ്ചിനീയറിംഗ് കോളേജും പോളിടെക്നിക്കും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നതല്ല, ഇപ്പോ ടെക്നിക്കൽ ഹൈസ്കൂളിലാണ് പഠിപ്പിക്കുന്നത്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോ രതീഷ് ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്. എനിക്ക് ശരിക്കും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ സത്യത്തിൽ ഞാൻ ഈ സൈക്കോളജി പഠിക്കുന്നത് തന്നെ. കാരണം ഞാൻ ഒരുപാട് കൗൺസിലിംഗ് പരിപാടിക്കൊക്കെ ആയിട്ട് സ്കൂളിൽ നിന്ന് പോകാറുണ്ട്. പല പാരന്റ്സിന്റെയും പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ ആയിട്ട് വീടുകളിൽ ചെല്ലാറുണ്ട്. അങ്ങനെ നാട്ടിലാണെങ്കിൽ ഒരു ലൈബ്രറി ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ കൂടാതെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതാറുണ്ട്. ചില കവിതകളൊക്കെ എഴുതാറുണ്ട്, കഥകൾ എഴുതാറുണ്ട്. അങ്ങനെ ചെറിയ രീതിയിലുള്ള റൈറ്റിങ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതോടൊപ്പം എനിക്ക് ഒരു സൈക്കോളജിയിൽ തന്നെ ഡിഗ്രി എടുക്കണമെന്ന്
ആഗ്രഹമുണ്ട്. കാര്യം മറ്റുള്ളവരെ കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്യുന്നതിനും കാര്യം ഈ ഇന്ററാക്ഷനിൽ ഈ സൈക്കോളജി ഡിഗ്രിയും കൂടി എനിക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ചൊരു കരിയർ ഡെവലപ്മെന്റ് ഒന്നും അല്ല, പക്ഷെ എനിക്കതൊരു പാഷനാണ്. ഇത് കുറെ വർഷങ്ങളായി പഠിക്കണമെന്നുള്ള ആഗ്രഹം, ഇപ്പോഴാണ് അതിന് സാധിച്ചത്. ഇതാണ് ഒരു ഓക്കെ, താങ്ക് യു രതീഷ്, താങ്ക് യു സോ മച്ച്. സോ നമ്മുടെ ഈ ഒരു ഗെയിമിന്റെ പേര് വിർച്വൽ സ്കാവഞ്ചർ ഹണ്ട് ആണ്. സോ ഈ ഗെയിം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ക്യാമറ ഓൺ ആക്കി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു ഗെയിമാണ്. നമ്മൾ കുറച്ച് ഐറ്റംസ് കാണിച്ചു തരും. സോ ആ ഐറ്റംസ് നിങ്ങൾ എവിടെ പോയി നിങ്ങളുടെ കിച്ചണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലോ എവിടെയെങ്കിലും ഒക്കെ പോയി എടുത്ത് കൊണ്ടുവരണം. ആദ്യം ആരാണോ കൊണ്ടുവരുന്നത് അവരായിരിക്കും വിന്നർ. ഓക്കെ, പെട്ടെന്നാവട്ടെ, ഓടിപ്പോയി ആരാണ് കപ്പ് ആദ്യം കൊണ്ടുവന്ന് നോക്കാം. ഓക്കെ, നസീന കൊണ്ടുവന്നു. സ്വരാജ് ഓടിപ്പോ. ഓക്കെ, സ്വരാജിന് കിട്ടി. മുനവ്വിറ, ദുആ, എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, 15-ാം തീയതി ഞാനും വരണം വിചാരിക്കുന്നുണ്ട്. സോ എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ജയക്ക് കിട്ടിയോ കപ്പ്? കിട്ടി. ഓക്കെ, നെക്സ്റ്റ്. ഓടട്ടെ. ഓടിപ്പോ. കിട്ടി. നസീന കലണ്ടർ കാണിച്ചു, സ്വരാജ് കാണിച്ചു, ദുആ. ഓക്കെ, ദുആ കണ്ടു. ജയ. ഓക്കെ, എല്ലാവരും ആക്റ്റീവ് ആയിട്ട് തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. കൊടുന്ന സാധനങ്ങൾ അവിടെ തന്നെ കൊണ്ടുപോയി വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ കേൾക്കും. ഓക്കെ, നെക്സ്റ്റ്. നോട്ട്ബുക്ക് ആയി മതി. നോട്ട്ബുക്കോ? ഓക്കെ, അനഘ കൊണ്ടുവന്ന അനഘ ഫസ്റ്റ്. നെക്സ്റ്റ് ആരാ? ദുആ, ജയ. ഓക്കെ, നസീന കൊണ്ടുവന്നു. ഓക്കെ, നെക്സ്റ്റ്. മെഷറിംഗ് ടേപ്പ്. ടൈലറൊക്കെ ഉണ്ട് വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം പോയി എടുത്ത് കൊണ്ടുവരാ. ഇല്ലേ? ആരുടെ വീട്ടിലും ടൈലർ ഒന്നുമില്ല? മെഷറിംഗ് ടേപ്പ് ആർക്കും കിട്ടിയില്ല? എനിക്ക് കിട്ടി. കിട്ടി. പ്രജി ഗ്രേറ്റ്. പ്രജിയാണ് ഫസ്റ്റ്. ഓക്കെ, സ്വരാജിന് കിട്ടോ? കിട്ടൂല. ഓക്കെ, കിട്ടുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്. ടൂത്ത് പേസ്റ്റ്. ഇത് ആരുടെ വീട്ടിൽ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയാണ് ഇവിടെ. ഓക്കെ, സ്വരാജ് കൈ പിടിച്ച് നിക്കുകയാണല്ലോ. എനിക്ക് കിട്ടി. ഓക്കെ, കുട്ടികളതായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ജയക്ക്, ദുആ, എല്ലാരും പല്ലൊക്കെ തേക്കലുണ്ട് അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. എനിത്തിങ് യെല്ലോ ഇൻ കളർ. ഓക്കെ, ദുആക്ക് കിട്ടി. യെല്ലോ. വേഗം പോയി എടുക്ക്. എവിടെ ബാക്കിയുള്ളവരൊക്കെ എവിടെ? കുറച്ച് ആളുകൾ മാത്രം ആക്റ്റീവ് ആണ്. അതിനൊക്കെ കിട്ടി. അതെന്താ, യെല്ലോ ആണോ? ഗോൾഡ്. ഗോൾഡ്. ഓക്കെ, അത് യെല്ലോ ആണ്. സാരിയോ? ഓക്കെ, ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന നോട്ട്ബുക്ക്. ഓക്കെ, ഫെവിഗോളാ? ഓക്കെ, എല്ലാം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്. സാനിറ്റൈസർ. ഒരു 2 വർഷം 3 വർഷം മുന്നേ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടുമായിരുന്നു. ഇപ്പൊ സ്വരാജിന്റെ കയ്യിൽ ഇപ്പോഴും സ്റ്റോക്കാ. ഓക്കെ, എവിടെ? വേറെ ആരും കാണുന്നില്ലല്ലോ. ഞാൻ എടുത്തേ. ഓക്കെ, പ്രജിക്ക് കിട്ടി. ആതിരക്ക് കിട്ടി. നീതു. അരുണൊന്നും അവിടുന്ന് എണീക്കുന്നൊന്നും ഇല്ലല്ലോ. എണീക്കുന്നൊന്നും കാണുന്നില്ല. ഒന്നുമില്ലേ? സമ്മാനമില്ലാത്ത ഒരു കളിക്ക് ഞാൻ ഇല്ല. ഇതൊക്കെ മാത്രം ഒരു കാർഡ് കാണിച്ചു. അതെന്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്. ടുഡേയ്സ് ന്യൂസ് പേപ്പർ. ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ കാണിച്ചാലും മതി, അക്സെപ്റ്റബിൾ. മലയാളം ന്യൂസ് പേപ്പർ ഞാൻ എടുത്തേ. ഓക്കെ, നസീന കാണിച്ചു. കാണിച്ചു. പ്രജി കാണിച്ചു.
ജയപ്രഭ. ജയപ്രഭ സ്വരാജിന്റെ കാണിച്ചു. അടുത്തില്ല. ഇല്ല, പേപ്പർ ഇല്ല. സ്വരാജ് പത്രം വായിക്കുന്ന കൂട്ടത്തിലല്ലാണെന്ന് തോന്നുന്നു. നീതു കാണിച്ചു. ശരവണനും വൈഫ് എന്താ ഒന്നും കാണിക്കാത്ത? അവിടെ ഇരിക്കുകയാണല്ലോ രണ്ടുപേരും. ഓ, സാനിറ്റൈസർ കാണിച്ചിട്ട് യെല്ലോ ഒക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇടയിൽ നെറ്റ് കട്ടായി പോയി. ഓക്കെ, ഗ്രേറ്റ്. നെക്സ്റ്റ്, സോക്സ്. പുറത്ത് വരെ പോണം. പുറത്ത് വരെ പോണോ? പ്രജി പുറത്ത് പ്രജി പോയി എടുത്തു കാണിച്ചു. വരൂ. ഡ്യൂട്ടിയിലൊക്കെ ആണെങ്കിൽ കാൽമന്നൂരി കാണിച്ചാലും മതി. ബ്ലാക്ക് ഓക്കെ, സോക്സ് കിട്ടി. വേണമല്ലേ? ബ്ലാക്ക് സോക്സ് ബ്ലാക്ക് സോക്സ്. ഇനിയിപ്പോ സോക്സ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പ്രജി കാണിച്ചു. ബ്ലാക്ക് സോക്സ് ഞാൻ കാണിച്ചു. ബ്ലാക്ക് തന്നെ വേണോ? വൈറ്റ് അല്ലേ? ഓക്കെ, ഏതായാലും കുഴപ്പമില്ല. എന്റെ കണ്ണിന്റെ ബ്ലാക്ക് സോക്സിന് നമ്മൾ മുൻഗണന നൽകും. അയ്യോ, ഓക്കെ, അനീറ്റ കാണിച്ചു. അനീറ്റ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്നും വന്നിട്ടില്ല കേട്ടോ. അനീറ്റനെ പൊക്കുന്നുണ്ട്. നെക്സ്റ്റ്. ബ്ലാക്ക് സോക്സ്. ഓക്കെ, അനഘക്ക് സോക്സ് ഇല്ല, അവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ്, ഫാമിലി ഫോട്ടോ ഫ്രെയിം. ഫാമിലി ലവേഴ്സ് ഒന്നും ഇല്ല അവിടെ. ഇത് കണ്ടോ? എന്റേതുണ്ട്. ഓക്കെ, പ്രജി കാണിച്ചു. ഞാൻ കാണിച്ചിട്ടുണ്ട്. സ്വരാജ് കാണിച്ചു. ആഹാ, ശരവണൻ കാണിച്ചു. ശരവണൻ. ജയപ്രഭ, നസീന. ഓക്കെ, സ്വരാജിന് കിട്ടുമോ? ഓക്കെ, നെക്സ്റ്റ്, അംബ്രല്ല. ഇപ്പൊ മഴയൊക്കെയല്ലേ, ഇത് എല്ലാരുടെ അടുത്തും ഉണ്ടാവേണ്ടതാണല്ലോ. ഓക്കെ, നസീന ഫസ്റ്റ്. നസീന ഫുള്ള് കുട്ടികളുടെ അടുത്ത് കൊണ്ടുവരാണോ? ഓക്കെ, അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചേക്ക്, ഇല്ലെങ്കിൽ നാളെ പണിയാവും. ഓക്കെ, പ്രജിക്ക് കിട്ടി. സ്വരാജിന് കിട്ടി. ഓക്കെ, കാൻഡിൽ. ഓക്കെ, നമ്മുടെ അതേപോലെ തന്നെ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ, ഒരു ഗെയിമിംഗ് സെഷൻ ആയിരുന്നു ഇത്. സോ എല്ലാവരും ആക്റ്റീവ് ആയിട്ട് തന്നെ, കുറെ മിണ്ടാതിരിക്കുന്ന കുറെ പേര് ആക്റ്റീവ് ആയത് കണ്ടു. സോ ഇനി നമുക്ക് നമ്മുടെ സെഷനെ കുറിച്ചിട്ട് ആരാ ഫീഡ്ബാക്ക് പറയുന്നേ? ഒരു 1-2 ആളുകൾ ഫീഡ്ബാക്ക് പറഞ്ഞേ. സംഭവം സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും കുറച്ച് ഷൈ ആയിട്ടും ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് മൊത്തത്തിൽ ടോട്ടലി. ആഫ്റ്റർ 1 hour എല്ലാവരും നല്ല എനർജറ്റിക് ആണ്, ആക്റ്റീവ് ആണ്. അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലേൺ വൈസിൽ കയറുന്നത്. കയറുമ്പോ എനിക്കും ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക, ഒരു ഉറപ്പില്ലായിരുന്നു മുന്നോട്ട് എങ്ങനെ പോകും അല്ലെങ്കിൽ എന്താവും എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നൗ ഐ ആം ക്ലിയർ ദാറ്റ് നിങ്ങൾ ഭയങ്കര സപ്പോർട്ടറാണ്. നമുക്ക് ചെറിയൊരു 1 hour ക്ലാസ് തന്നെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടും ആക്റ്റീവ്നെസ്സും ആക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും. ഹോപ്പ് യു ഓൾ ഗൈസ്, നമുക്ക് എല്ലാവർക്കും പാസ് ഔട്ട് ആവാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് സ്വരാജ്. താങ്ക് യു. ഞാൻ ലിയ ഫാത്തിമ ആണ്. ഓക്കെ, നല്ലൊരു സെക്ഷൻ ആയി. നമുക്ക് കൂടുതൽ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. അപ്പം എനിക്ക് ഭയങ്കര ഫണ്ണായിട്ടാണ് തോന്നിയത്. അപ്പം എനിക്ക് നല്ലൊരു ഹോപ്പ് ഉണ്ട്, നല്ലപോലെ പഠിച്ച് മുമ്പോട്ടേക്ക് പോവാൻ പറ്റുന്ന ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സെക്ഷൻ തന്നെ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു ലിയ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഐസ് ബ്രേക്കിംഗ് എന്നാണ് സംഭവം. ഞാൻ ഇതിന്റെ പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ഈ സംഭവം, ഇതുവരെ കേൾക്കാത്തൊരു ഇതെങ്ങനെയായിരിക്കും, കൂടുതൽ എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഷൈ ആണ്. ഇപ്പം തന്നെ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ അത്രയും കംഫർട്ടാണെന്ന് എനിക്ക് തോന്നിയോണ്ടാണ്. എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാ കാര്യത്തിലും ഉണ്ട്. അപ്പോൾ ഇത്രയും നേരം ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ എന്തോ എനിക്ക് പറയണം തോന്നി, അങ്ങനെ ഞാൻ പറയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. കൂടുതൽ ഇപ്പോൾ സംസാരിക്കാൻ
ഇങ്ങനെ ഒരു ഷൈ ആയിരിക്കുന്ന ആൾക്കാർക്ക് വരെ തുറന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതും പിന്നെ കൂടെ പഠിക്കുന്ന ആൾക്കാര് ഓല മനസ്സിലാക്കാൻ പറ്റുന്നതും ഒക്കെ ഒരു നല്ലൊരു അടിപൊളിയായിരുന്നു. അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇനി ഇതുപോലത്തെ സെഷൻസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു ദിയ, താങ്ക് യു സോ മച്ച്. സോ നമുക്ക് ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സോ ഹാവ് എ നൈസ് ഡേ. ബൈ.